ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ടോക്കൺ ഓഫ് ലവ്. നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റ് ബേസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ ബേസ് ചെയ്തിട്ടുള്ളത് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്, അപ്രീസിയേഷൻ, ഇങ്ങനെ ഇതിൻ്റെ എല്ലാം ഒരു മിക്സപ്പ് ആയിട്ടുള്ള ഇമോഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. ടീച്ചിങ് ഫീൽഡിൽ നിൽക്കുന്നവർക്ക് പെട്ടെന്ന് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ടീച്ചേഴ്സിന് എപ്പോഴും അവരുടെ ബർത്ത്ഡേ വരുമ്പോൾ, ടീച്ചേഴ്സ് ഡേക്ക് അല്ലാത്തപ്പോഴൊക്കെ നമ്മളോട് ഇഷ്ടമുള്ള, ഒരുപക്ഷെ സബ്ജക്റ്റ് വൈസ് അല്ലെങ്കിൽ പേഴ്സണലി നമ്മളെ ഇഷ്ടമുള്ള സ്റ്റുഡൻസ് നമുക്ക് എപ്പോഴും കുഞ്ഞു കുഞ്ഞു നോട്ട്സ് എഴുതി തരും, ഗ്രീറ്റിങ്സ് തരും, ഗിഫ്റ്റ് തരും. അതിലേറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടമാവുന്നത്, എത്ര വലിയ ഗിഫ്റ്റ് നമുക്ക് കിട്ടിയാലും അതിലൊക്കെ നമുക്ക് ഇഷ്ടമാവുന്നത് അവർ തന്നെ എഴുതി കളറൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ കളർ പെൻസിലൊക്കെ വെച്ച് എഴുതിയിട്ട് തരുന്ന കുഞ്ഞു കുഞ്ഞു നോട്ട്സ് ആയിരിക്കും. മറ്റെല്ലാ ഗിഫ്റ്റിനേക്കാളും ഭയങ്കര ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടാവും ഈ നോട്ടുകൾക്കും ഈ ഗ്രീറ്റിങ്സിനൊക്കെ. അപ്പോൾ എനിക്കും ഇങ്ങനെ കുറേ ഗ്രീറ്റിങ്സ്, ഗിഫ്റ്റ് അതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, പാർഷ്യലാവുന്നതല്ല ഇവിടെ, ബട്ട് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള, എൻ്റെ മനസ്സിനെയും ടച്ച് ചെയ്തിട്ടുള്ള, അതുപോലെ തന്നെ പാസ് ഔട്ടായി കഴിഞ്ഞിട്ടും ഇപ്പോഴും കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാ ടീച്ചേഴ്സിനും അങ്ങനെ ഉണ്ടാവും. മീൻസ് നമ്മൾ സ്കൂളിലായിരിക്കുമ്പോൾ ദിവസം നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ സംസാരിക്കുന്നുണ്ട്, അവർക്ക് സബ്ജക്റ്റ് വൈസ് നമ്മളവരെ ഗൈഡ് ചെയ്യുന്നുണ്ട്, പേഴ്സണലി ഫ്രണ്ട്ലി ആയിട്ടുള്ള കുട്ടികളുണ്ട്. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും കാണുന്നുണ്ട്, അവരായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ട്. സോ എപ്പോഴും ആ റിലേഷൻ നമ്മൾ സ്കൂളിലായിരിക്കുമ്പോൾ അതങ്ങനെ നമ്മൾ കീപ്പ് ചെയ്ത് പോകും. പക്ഷെ വൺസ് അവർ പാസ് ഔട്ട് ആയി കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ ആ ഒരു കോണ്ടാക്റ്റും കമ്മ്യൂണിക്കേഷനൊക്കെ കീപ്പ് ചെയ്യുന്ന കുട്ടികൾ കുറച്ച് കുറവായിരിക്കും. മീൻസ് നമ്മളൊരു 50 സ്റ്റുഡൻസിനെ പഠിപ്പിച്ചാൽ അവരെല്ലാവരും നമ്മളായിട്ട് ഒരു പേഴ്സണൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ കീപ്പ് ചെയ്യില്ല. ബട്ട് സ്റ്റിൽ അങ്ങനെ കീപ്പ് ചെയ്യുന്ന കുട്ടികളുണ്ട്, അല്ലേ? അവരായിരിക്കും ശരിക്കും നമ്മളുടെ ഒരു ഫേവറേറ്റായി പിന്നീട് മാറുന്നത്. അപ്പോൾ എനിക്കും അങ്ങനെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ടും, അല്ലെങ്കിൽ അവർ പാസ് ഔട്ടായി പോയിട്ടും, സ്കൂളിൽ നിന്ന് പോയിട്ടും ഇപ്പോഴും നമ്മളെ മിക്കപ്പോഴും വിളിച്ച് എന്തൊക്കെയുണ്ട് വിശേഷം, അല്ലെങ്കിൽ അവരുടെ വിശേഷങ്ങൾ നമ്മളോട് പറയാനൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് സ്റ്റുഡൻസ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് സ്റ്റുഡൻസ്, അവരെനിക്ക് മുമ്പ് ഇതൊന്നും എനിക്ക് ഇപ്പം കിട്ടിയ ലെറ്റേഴ്സോ നോട്ട്സോ ഒന്നുമല്ല, ബട്ട് കഴിഞ്ഞ അക്കാഡമിക് ഇയറിലൊക്കെ കിട്ടിയിട്ടുള്ള കുറച്ച് ലെറ്റേഴ്സും നോട്ട്സും അവരായിട്ടുള്ള മെമ്മറീസും എല്ലാം ഷെയർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റ്. ഇതിപ്പോൾ ചെയ്യാൻ കാരണം ഇന്ന് ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ടോ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയതുകൊണ്ടോ ഒന്നുമല്ല. അങ്ങനെ ഒരു പ്രത്യേകതയും ഇന്നില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, ജൂൺ മന്താണ്, അടുത്ത അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കഴിഞ്ഞ ബാച്ചുകളെല്ലാം കുട്ടികളെ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കൊരു പേഴ്സണൽ റീസൺ കൂടെ ഉണ്ട്, പക്ഷെ അത് പിന്നീട് ഞാൻ റിവീൽ ചെയ്യുന്നതായിരിക്കും. മെമ്മറി ജേണൽ ഈ ഒരു ആൽബം ഞാൻ കാണിച്ചിട്ടുണ്ട്. സോ ഞാൻ ഇങ്ങനെ കുറച്ചൊരു കളർ പേപ്പറൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് വേറെ കുറച്ച് സ്റ്റിക്കേഴ്സും ഒക്കെ ഇതിൽ ഒട്ടിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലാവൻഡർ കളർ തീം വെച്ചിട്ട് ഒരു ഐസ്ക്രീം, ബലൂൺ, ഒരു നോട്ട്, സ്റ്റിക്കർ, എൻജോയ് എവറി മൊമെൻറ്റ്, ദെൻ ഒരു ഹാർട്ട്. സോ ഈ സ്റ്റിക്കേഴ്സ് എല്ലാം ഒട്ടിക്കണം. ദെൻ വേറെ ഒരു സംഭവം കൂടെയുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇൻഫാക്റ്റ് ഞാൻ ഇത് വരച്ച് തന്ന കുട്ടിയുടെ പേര് മറന്നുപോയി. കാരണം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിയല്ല എനിക്കിത് വരച്ച് തന്നത്, എൻ്റെ ക്ലാസ്സിലെ കുട്ടിയല്ല. ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലെ ഒരു കുട്ടി എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എനിക്ക് വരച്ച് തന്നതാണ്. എനിക്ക് അവളുടെ പേര് എനിക്ക് അറിയില്ല.
ഞാൻ മറന്നു. ആ സമയത്ത് ഞാൻ പേര് ചോദിച്ചിരുന്നു, ബട്ട് ഞാൻ മറന്നു. അവളും ഈ ഒരു ഡ്രോയിങ്ങിൽ പേരൊന്നും അവളുടെ എഴുതിയില്ല. പക്ഷെ ഞാൻ ഒരു ദിവസം ഞാൻ എന്തോ ഫങ്ഷൻ, എന്തോ പരിപാടിക്ക് സാരി ഉടുത്ത് ചെന്നു. അപ്പോൾ അവൾക്ക് ഇഷ്ടമായി. അങ്ങനെ ആ ഒരു ബേസിൽ അവൾ വരച്ചതാണ്. എനിക്ക് ആ കുട്ടി വരച്ച് തന്നതാണ്. പക്ഷേ എനിക്ക് പേര് ആ കുട്ടിയുടെ ഞാൻ വിട്ടുപോയി. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത്. ദെൻ ഇത് നമ്മുടെ വേദാൻഷി. ഇത് നമ്മുടെ വേദാൻഷിക്കുള്ള പേജാണ്. വേദാൻഷിയുടെ ഡയറി മിൽക്കിൻ്റെ ആ ഒരു കവറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് ചെയ്യാനുള്ളതാണ്. ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് എക്സാജറേറ്റഡ് ആയി പോകുന്നുണ്ടോ, അങ്ങനെ നിങ്ങൾക്ക് തോന്നുമോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരു ടീച്ചിങ് ഫീൽഡിൽ നിൽക്കുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും അത് കണക്ട് ചെയ്യാൻ പറ്റും. അവർക്ക് തൊട്ടും അങ്ങനെ എന്താ പറയുക, ഒരു ചെറിയ കാര്യം അതൊരു കണ്ടൻറ് ആക്കേണ്ട വിഷയം തന്നെ ഇവിടെ ഉണ്ടോ, എന്താ പറയുക, ഇത് വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, അല്ലെങ്കിൽ ഞാൻ സ്വയം എന്നെ പുകഴ്ത്തുന്നതല്ലേ എന്നൊക്കെ ഒരു പക്ഷേ തോന്നാം. പക്ഷേ ഒരു ടീച്ചിങ് ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്കിങ്ങനെയൊക്കെ കുട്ടി കുട്ടി നോട്ട്സൊക്കെ കിട്ടുമ്പോൾ ഒരിക്കലും അങ്ങനെ തോന്നില്ല. അങ്ങനെ നമ്മുടെ ജേണൽ റെഡി ആയിട്ടുണ്ട്. ഞാനങ്ങനെ ഒരുപാട് ഡെക്കറേഷൻസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ അവരുടെ നോട്ട്സ് കൊണ്ട് തന്നെ എനിക്കത് വളരെ ഭംഗിയായിട്ടാണ് തോന്നുന്നത്. സോ യെസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ജേണൽ. പിന്നെ ഈ വീഡിയോ ഞാനിങ്ങനെ ഒട്ടും പ്ലാൻഡായിട്ട് ചെയ്തതല്ല. ജേണൽ ഞാൻ പ്ലാൻഡായിട്ട് തന്നെ ചെയ്തതാണ്. ഇങ്ങനെ ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് മുമ്പുള്ളൊരു ഇൻട്രൊഡക്ഷൻ, അതിനെക്കുറിച്ചിട്ടുള്ളൊരു ടോക്ക് ഒട്ടും പ്ലാൻഡായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അത്യാവശ്യം ലോങ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ഇഷ്ടമാവും, ബോറടിക്കോ, ഇതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഇത് നാളെ കുറേ നാൾ കഴിഞ്ഞ് എനിക്ക് തന്നെ ഇത് കാണുമ്പോൾ വല്ലാത്തൊരു ഇഷ്ടവും എന്താ പറയുക, വല്ലാത്തൊരു നൊസ്റ്റാൾജിയ തോന്നാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഞാൻ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും കൂടെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. വെടിപ്പിക്കൽസായോ എനിക്കറിയില്ല. സോ എനിവേ, നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.